ഹലോ എവ്രി വൺ, വെൽക്കം ടു കീം ബൈറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിനെ പറ്റിയിട്ടുള്ളതിൻ്റെ ബേസിക് കുറച്ച് ഡീറ്റെയിൽസുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, നമ്മളിതിൽ പറയാൻ പോണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സും ഫാമിലീസും ഏതൊക്കെയാണ് എന്നുള്ളതാണ്. മെയിൻലി അതിൽ ഏതൊക്കെയാണ് വരുന്നത്, അതുപോലെ എന്താണ് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ള ഒരു ബേസിക് നോളജാണ് പീരിയോഡിക് ടേബിളിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് നോളജ് എന്താണെന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫാമിലീസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലി മെറ്റൽസ് ആണ്. ആൽക്കലി മെറ്റൽസ് വെരി റിയാക്റ്റീവ് ആണ്, അതുപോലെ വളരെ സോഫ്റ്റ് മെറ്റൽസ് ആണ്. നമുക്കറിയാം ചില എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്ന സമയത്ത് നമുക്കറിയാം പൊട്ടാസ്യം സോഡിയം പോലെയുള്ളത് വാട്ടറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ വളരെ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റൽസ് ആണ് എന്താണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നുള്ളത് ഒക്കെ ഇതിന് എക്സാമ്പിളുകളാണ്. നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളായിട്ടുള്ള PSC പോലുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭാഗം ഇതുമായി റിലേറ്റഡ് വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ലെസ് റിയാക്റ്റീവ് ആണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ്. മെഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസുകളാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 17 ഹാലജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹാലജൻസ് ഈസ് വെരി റിയാക്റ്റീവ് ആയിട്ടുള്ള നോൺ മെറ്റൽസുകളാണ്. എക്സാമ്പിൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഹാലജൻസ്. ഇവരുടെ ഇലക്ട്രോൺ അഫിനിറ്റിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി എല്ലാം അനുസരിച്ച് എങ്ങനെ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമുകളിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസുകളാണ്. വെരി സ്റ്റേബിൾ ഇനർട്ട് ഗ്യാസസുകളാണ്. എക്സാമ്പിൾ ഹീലിയം, നിയോൺ, ആർഗൺ. നെക്സ്റ്റ് ട്രാൻസിഷൻ മെറ്റൽസ്. ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ഫ്രം 3 to 12 അവരാണ് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവർ മെയിൻലി കളേർഡ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ വരുന്നത്. അതുപോലെ പീരിയോഡിക് ടേബിളിൽ ഒരു സ്പെഷ്യൽ സെക്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ലാന്തനൈറ്റ്സും അതുപോലെ ആക്റ്റിനൈറ്റ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാന്തനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് 6 ആണ്. അതായത് F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ അവരെ പറയാം. അത് റെയർ എർത്ത് മെറ്റൽസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് വാക്കൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പീരിയോഡിക് ടേബിളിൽ ചില ഭാഗങ്ങൾ. അപ്പോൾ സ്പെഷ്യൽ ഏരിയ ആയിട്ട് ഇവരെ നമ്മൾ താഴെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതായി കാണാം. ലാന്തനൈറ്റ്സും ആൻഡ് ആക്റ്റിനൈറ്റ്സ് എന്നാണ് പറയാം. ആക്റ്റിനൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. യുറാനിയം, തോറിയം പോലെയുള്ളവയാണ് അതിൽ വരുന്നത്. ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതിൽ തന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഒരു സ്പെഷ്യൽ സെക്ഷൻസ് ആണ്. അതായത് ലാന്തനൈറ്റ്സും ആക്റ്റിനൈറ്റ്സും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഉണ്ടാവുന്ന കുറച്ച് ട്രെൻഡ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ആറ്റോമിക് സൈസും അയണൈസേഷൻ എനർജി, ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ് കാണിക്കുന്നത് എന്നാണ്. അതായത് ഓരോ പീരിയഡ് കണക്കാക്കുമ്പോൾ അത് ഓരോ പീരിയഡ് കഴിയുമ്പോഴും അതിൻ്റെ സൈസ് കുറഞ്ഞു വരികയും ഗ്രൂപ്പ് കണക്കാക്കുമ്പോൾ സൈസ് കൂടി വരികയാണ് ചെയ്യണത്. അതായത് ഡിക്രീസ് അക്രോസ് എ പീരീഡും ഇൻക്രീസ് ഡൗൺ എ ഗ്രൂപ്പുമാണ്. ഓക്കെ, അയോണൈസേഷൻ എനർജി ആവുമ്പോൾ ഇൻക്രീസ് അക്രോസ് എ പീരീഡും ഡിക്രീസ് ഡൗൺ എ ഗ്രൂപ്പാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് അക്രോസ് എ പീരീഡ്, ഡിക്രീസ് ഡൗൺ എ ഗ്രൂപ്പ്. അപ്പോൾ അയണൈസേഷനും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഓരോ ഗ്രൂപ്പ് കഴിയും തോറും എന്താ ചെയ്യുന്നത്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആറ്റോമിക് സൈസ് എന്തായിട്ടാണ് അപ്പോൾ കൂടി വരികയാണ് ചെയ്യണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആറ്റോമിക് സൈസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ചേഞ്ച് ആണത് എന്നൊക്കെ എക്സാമുകളിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നൊരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ, ഏതെങ്കിലും ഭാഗങ്ങൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇതാക്കുക. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.